ലാൽകുമാർ നോക്കൂ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷം ഒരല്പം മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന നിരീക്ഷണങ്ങൾ പൊതുവെ വന്നപ്പോൾ സാമുദായികമായും മറ്റും സംഘടനകളൊക്കെ ആ രീതിയിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആണ് പെട്ടെന്ന് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വന്നത്. പക്ഷെ അത് കോൺഗ്രസിന് തന്നെ പാരയാകുന്ന അവസ്ഥ വന്നു. ഇപ്പോൾ അതും കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഈ മൂക്കിലെ പാലം സഹായിക്കും എന്ന ഒരു വിശ്വാസമാണ്. ഷാഫിയെ തുടരുത്, രാഹുലിനെ തുടരുത്, ഇതൊക്കെയാണ് വാദം. രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഫറൂഖിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഷാഫിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിനെ കളിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ മാധ്യമ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ട ആണ് മെയിൻ വിമർശനം. കാര്യം ഇല്ലാത്തതിനെക്കാട്ടിലും കൂടുതൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മെയിൻ വിഷയം. കാര്യം കുറച്ചായിട്ടുള്ളൊരു മുറിവിനെ ഒടിഞ്ഞു തിരിഞ്ഞു എന്നൊക്കെ പറയുമ്പം അല്ലെങ്കിൽ വലിയൊരു സംഭവമാക്കി കാണിക്കാൻ ചിത്രീകരിക്കാൻ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഒന്നത്, അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഹിം റിവൈവ്, അതിനകത്തും എനിക്ക് സംശയമില്ല. അത് ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഒന്ന്. രണ്ട്, ശൈലജ ടീച്ചറിനെ തോപ്പിച്ചു. ശൈലജ ടീച്ചറിൻ്റെ അടുത്ത പോൾ ചെയ്ത വോട്ട് മൊത്തം, വടകര പോൾ ചെയ്ത വോട്ട് മൊത്തം ഷാഫി പറമ്പിലിന് കിട്ടുകയും ശൈലജ ടീച്ചറിന് ഒരു വോട്ട് പോലും കിട്ടിയില്ലെന്നിരിക്കട്ടെ, എന്നാലും ഞാൻ പറയുന്നു ഷാഫി ശൈലജ ടീച്ചർ ആയില്ല. അതിനൊരല്പം കൂടെ ഷാഫി മൂക്കണം കേട്ടോ. അത് രണ്ടാണ്. അത്ര മാത്രമേ പറയാനുള്ളൂ.